നിങ്ങൾക്ക് ഇതിൽ വല്ലത് പിടുത്തമുണ്ടോ? നിങ്ങൾ പരിഭാഷ നോക്കി ഇങ്ങനെ പഠിക്കലല്ലേ, ലാഹിർ നോക്കി നിങ്ങൾ ഇങ്ങനെ പറയലല്ലേ? ഇതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ അറിയുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ചു തരാൻ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വന്തം ഗ്രന്ഥമാകുന്ന ഇഖ്തിലാഫുൽ ഹദീസിൽ പറയുന്നത് നോക്ക്. ഇഖ്തിലാഫുൽ ഹദീസ് 8-ാം വാള്യം 624-ാം പേജിൽ പറയുന്നത് നോക്ക്. വലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന ഇംറഅതൻ ഖറജത് ഇലാ ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ ഫീ മസ്ജിദിൻ. ഞങ്ങൾ അതാ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഒരാളെയും ഒരു സ്ത്രീകളെയും അവിടെ നിന്ന് പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടിയോ ജുമാക്ക് വേണ്ടിയോ പുറപ്പെട്ടതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് അസ്വാജു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാനിഹിന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔലാ ബി അദാഇൽ ഫറാഇദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം ആരാണ്? അവരാണല്ലോ. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഏറ്റവും ബന്ധപ്പെട്ടവർ, ഏറ്റവും അതിനായി കടപ്പെട്ടവർ പള്ളിയിലേക്ക് പോകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരായിരുന്നു. അവർ തന്നെ പോയിട്ടില്ല. അവർ പോയതായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് ആര് പറയുന്നത്? ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്. ആരാണ്? മദ്ഹബിന്റെ ഇമാമാണ്. 20 ലക്ഷത്തോളം ഹദീസ് മനപ്പാടമുള്ള ഇമാമാണ്. നിങ്ങൾക്ക് 20 ഹദീസ് കൃത്യമായി അറിയുമോ? അത് ദുർവ്യാഖ്യാനം ചെയ്യലല്ല നിങ്ങളെ പണി. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ ഇമാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറ്റി എന്താണ് പറഞ്ഞത്? ആലിമു ഖുറൈശിൻ യംലൗ തിബാഖൽ അർളി ഇൽമാ. ഭൂമി മൊത്തം ഇൽമിനാൽ നിറക്കുന്ന ഒരു ഖുറൈശിലെ ഒരു പണ്ഡിതൻ, അതാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു. ആ ഇമാമുന ഷാഫി റളിയല്ലാഹു പറഞ്ഞു ഞങ്ങൾക്ക് അറിഞ്ഞിട്ടേ ഇല്ല. അവിടുന്ന് എത്ര ഹദീസ് കണ്ടവരാണ്? ലക്ഷക്കണക്കിന് ഹദീസ് കൊണ്ടവരാണ്. ലക്ഷക്കണക്കിന് ഹദീസുകളും പിന്നെ അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് നോക്കി ഇജ്തിഹാദ് ചെയ്യാൻ, അത് ഗവേഷണം ചെയ്യാൻ, വിധി കണ്ടെത്താൻ, ആ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്ന ഇമാമാണല്ലോ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. അവരുടെ ചെരുപ്പിന്റെ അടിയിലുള്ള മണ്ണിന്റെ പൊടി നിങ്ങൾക്ക് എത്താൻ പറ്റുമോ? അവിടുത്തെ ചെരുപ്പിന്റെ അടിയിലുള്ള മണ്ണിന്റെ പൊടി നിങ്ങൾക്കാവാൻ പറ്റുമോ? എവിടെ നിന്നാവാനാ? ആ പൊടിക്ക് വരെ സ്ഥാനം ഉണ്ടാവും അവിടുന്ന്. ആ പൊടിയുടെ സ്ഥാനം നിങ്ങൾക്കില്ല. എന്നിട്ട് ദുർവ്യാഖ്യാനം ചെയ്ത് ആളുകളെ വഞ്ചിച്ച് ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പ്രചരണം മുസ്ലിമീങ്ങളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ ഇതിൽ പെട്ടുപോകരുത്. ഇങ്ങനെ സംഭവമില്ല.